ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കൂടെയുള്ള പയ്യനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുള്ളിയെ അറിയാത്തതായിട്ടെന്ന് കേരളത്തിലല്ല ലോകത്തിൽ തന്നെ ആരില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഞായറാഴ്ച 16-ാം തീയതി നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ ചിപ്പിയുടെ ഒരു ഷോട്ട് എടുക്കാൻ വന്നപ്പോൾ ഈ പുള്ളിയെ ഞാൻ കണ്ടേ. അപ്പോൾ ഈ പുള്ളി ഏകദേശം ഒരു കാൽ കുട്ട വരും, ഒരു കാൽ കുട്ട തന്നെ വരും ചിപ്പി, മുതുവ ചിപ്പി. ഈ സഹോദരൻ കൊടുത്തെടുത്ത വിലയെ 1850 രൂപ കൊടുത്താണ് ഈ സഹോദരൻ ആ ചിപ്പി വാങ്ങിച്ചത്. രൂപ കുറച്ച് ചിപ്പിയാണ്. അപ്പൊ ഈ പുള്ളി സാധാരണ ചിപ്പിയൊക്കെ വാരിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാൾക്ക് ഈ ചിപ്പി എങ്ങനെ മുതലാകും? അതാണ് ഈ സഹോദരനോട് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം, ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഹായ്, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും എന്നെ അറിയാം, അച്ഛനും മക്കളും പിന്നെ അമ്മയും. കാരണം ഇപ്പൊ ഈ ചേട്ടൻ ചോദിച്ചത്, ഞാൻ നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പൊ നല്ല വില കൊടുത്താണ് ഞാൻ ചിപ്പി വാങ്ങിക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ നല്ല സന്തോഷമായിട്ട് പോകണം എന്നൊരാഗ്രഹത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഒരു കൂലിപ്പണിക്കാരനിൽ നിന്ന് വന്നൊരു പയ്യനാണ് ഞാൻ. അപ്പോൾ 18ഉം 17ഉം അങ്ങനെയൊക്കെയുള്ള വലിയ വിലയുള്ള സമയത്ത് ഒരു കൂലിപ്പണിക്കാരൻ എങ്ങനെ ഒരു ചിപ്പി വാങ്ങിക്കും? ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നല്ല വില കൊടുത്ത് ചിപ്പി വാങ്ങിച്ചിട്ട് നല്ല വില കുറച്ച് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ചിപ്പി വാങ്ങിച്ചവരാരും ഇതുവരെയ്ക്ക് എൻ്റെ അടുത്തൊന്നും തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ സന്തോഷം. എന്നെ തേടി വരുന്നവരാരും വിഷമത്തോടെ പോകരുത്, ഹാപ്പിയായിട്ട് പോകണം എന്നൊരാഗ്രഹമുള്ള ഒരു പയ്യനാണ് ഞാൻ. എന്തായിരുന്നാലും സന്തോഷം. ഈ ചേട്ടനെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. ഞാൻ ഇന്നും നല്ല വില കൊടുത്താണ് ചിപ്പി വാങ്ങിച്ചത്. പക്ഷെ ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് വില താഴ്ത്തിയാണ് ഞാൻ കൊടുക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഈ സഹോദരനെ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത്രയും വില കൊടുത്ത് ഈ സഹോദരൻ ഈ ചിപ്പി വാങ്ങിച്ചിട്ട് ഈ സഹോദരന് എന്തോന്ന് കിട്ടും? അതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ആ ചിപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഏത് റേറ്റിന് ഏകദേശം 100 ചിപ്പി കൊടുത്തു കഴിഞ്ഞാൽ 100 ചിപ്പി ഉണ്ടോ തികച്ചത്? ഇല്ല, 100 ചിപ്പി തികച്ചില്ല. 1850 രൂപ കൊടുത്ത ഈ സഹോദരൻ മുതുവ ചിപ്പി വാങ്ങിച്ചത്. അപ്പോ ഈ സഹോദരന്റെ അടുത്ത് വരുന്ന നമ്മുടെ ഇയാൾ വിശ്വസിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇയാൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സഹോദരനെ വിളിച്ചിട്ട് പറയും, സഹോദരൻ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചിപ്പി വാങ്ങിച്ചല്ല, നിങ്ങൾക്ക് എങ്ങനെ മുതലാകുന്നു എന്നാണ് ഞാൻ സഹോദരനോട് ചോദിച്ചത്. അപ്പോൾ ഈ സഹോദരൻ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ ഒരു കസ്റ്റമർ സങ്കടത്തിൽ പോകാൻ പാടില്ല, അവർ മനസ്സ് നിറഞ്ഞു പോകണം എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, ഈ സഹോദരന്റെ അടുത്ത് പോയി ചിപ്പി വാങ്ങുന്ന നമ്മുടെ കൂട്ടുകാര് ഈ സഹോദരൻ എന്താ പറയാ, കുറച്ച് റേറ്റൊക്കെ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടുത്തെ റേറ്റ് അങ്ങനെയാണ്. അതായത് കടപ്പുറത്ത് ലേലം ചെയ്ത് 1850 രൂപയ്ക്ക് സഹോദരൻ ചിപ്പി എടുത്തിട്ട് ഉണ്ടെങ്കിലും ശരി തന്നെ, ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ചെലവും കാര്യങ്ങളും ഈ സഹോദരന്റെ ജോലിക്കൂലിയും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര റേറ്റ് പോകുന്നു നമ്മുടെ കൂട്ടുകാർ തന്നെ ആലോചിച്ച് നോക്കുക. 100 ചിപ്പി തികച്ചില്ലാത്ത സാധനമാണ് 1850 രൂപ കൊടുത്ത് ഈ 16-ാം തീയതി ഞായറാഴ്ച നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ വന്നിട്ട് ഈ സഹോദരൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവേദി ഈ സഹോദരൻ്റെ അടുത്ത് പോയി അഥവാ ചിപ്പി എന്തെങ്കിലും വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ബാർഗിൻ ചെയ്യാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.